എന്റെ കാര്യം ഞാനാണ് നോക്കണ്ടേ അതോ എന്റെ ആണോ? ആരത്? അത് നീയാണ് നോക്കണ്ടേ. അപ്പൊ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. എന്ത് സംഭവിക്കാം? ചേച്ചി എന്ന് മീൻ വന്ന നമുക്ക് മദാം മെഹറിന് സ്വാഗതം ചെയ്യാം അങ്ങനെ എന്താ പറഞ്ഞ ചില വരികളില് ചില സ്ഥലത്ത് ഒരു ശക്തി എന്തിനാ കൊടുക്കുന്നേ? അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? എവിടെ പഠിക്കണേ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സ്കൂളിൽ ചേർത്തു, ഞാൻ ഇതുവരെ പോയില്ല. എനിക്ക് അതിന്റെ ഒരു കുന്തും അറിയില്ല, എനിക്കൊരു പേരും ഒന്നും അറിയില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ ഭ്രാന്തെടുപ്പിക്കുന്നത്. നല്ലൊരു ദിവസം കണ്ണിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല അത് ക്യാമറയിൽ നോക്കട്ടെടാ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ചേച്ചി ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. വരും ഈ ക്ലിപ്പ് ഇങ്ങോട്ട് അഴിച്ച മുടി ഒക്കെ ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ ഇവിടെ സൈഡിൽ ആ ക്ലിപ്പ് ഒന്ന് വെച്ചേ നോക്കട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. How old are you? 5 completed 6 star. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ? അനിയത്തിയായിട്ടോ? അയ്യോ എനിക്കൊന്നുമില്ലേ. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ. എന്ത് ചെയ്യുമ്പോഴാ അച്ഛനമ്മയ്ക്കും ദേഷ്യമൊക്കെ വരാറ്? ഇതാ സാർ. പ്ലഗിൽ കൈയിടും. എന്തിന്റെ കുഞ്ഞാണോ ഇത്? വാതിൽ ഒച്ചത്തെ അടച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. ജസ്റ്റ് ഫോർ എ രസം. പിന്നെ ദേഷ്യം പിടിക്കും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. എന്തിനാ ഭയങ്കര ദേഷ്യം? അതെനിക്ക് അങ്ങനത്തെ ഒരു മനുഷ്യനായി പോയില്ലേ. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഈ പാട്ടുകാരൊന്നും വേറെ ജോലിക്കൊന്നും പോണില്ല? ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? എന്റെ അച്ഛൻ പാട്ട് പാടും, എന്റെ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്. അച്ഛൻ സിനിമയില് പാട്ട് പാടിയില്ലല്ലോ. എന്റെ കാര്യം ഞാനാണ് നോക്കണ്ടേ അതോ എന്റെ ആണോ? അല്ല അത് നീയാണ് നോക്കണ്ടേ. അപ്പൊ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഒതുങ്ങിയിരുന്നിട്ടില്ല ഞാൻ ചേട്ടൻ ചീത്ത അറിയും കേട്ടോ. ചീത്ത പറയല്ലോ. അറിഞ്ഞല്ലോ ഊശ്വരാളെ വെച്ച് കൊന്നു കളിയും കാല് വെട്ടിക്കൊന്നു. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. ഇതെന്താ ശരിക്കണ? കൈയെടുക്ക്, വയലിൽ കൈയെടുക്ക്. നിനക്ക് മുതലിനെ വന്ന് കിട്ടി. അപ്പൊ ഞാൻ പോട്ടെ. ജീവന് ഭീഷണിയുള്ള ഒരു പണിക്കും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. ശമ്പളം എത്ര വേണേ കൂട്ടിത്തരാം. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്.